ദോഷമായിട്ടെന്നോടൊന്നും എൻ്റെ താതൻ ചെയ്യുകയില്ല. എന്നെ അവനടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു. ദോഷമായിട്ടെന്നോടൊന്നും എൻ്റെ താതൻ ചെയ്യുകയില്ല. എന്നെ അവനടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു. ഞാൻ ഹിന്ദു നായർ കുടുംബത്തിലാണ് ജനിച്ചത്. ഹിന്ദു ആചാരപ്രകാരം വളരുകയും ആ ചുറ്റുപാടിൽ തന്നെ ജീവിക്കുകയും ചെയ്ത എനിക്ക് യേശുവിനെ അറിയുവാനുള്ള ഒരു സാഹചര്യവും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ ദൈവം ഒരു മനുഷ്യനെ കണ്ടുവെങ്കിൽ അവനെ പലവിധ ശോധനകളിലൂടെയും കടത്തിവിടുകയായിരുന്നു ചെയ്തത്. എന്ന് ഞങ്ങൾ ഈ വിശ്വാസത്തിലേക്ക് ഇറങ്ങിയോ അന്ന് മുതൽ ഞങ്ങളെ കരം പിടിച്ച് നടത്തുന്ന ഒരു ദൈവത്തെ ഞങ്ങൾക്ക് കാണുവാൻ കഴിഞ്ഞു. കഷ്ടനഷ്ടമേറി വന്നാൽ ഭാഗ്യവാനായി തീർന്നിടും ഞാൻ. കഷ്ടമേറ്റ കർത്താവോടു കൂട്ടാളി. മാനസാന്തരത്തിന്റെ പടവുകൾ ഇന്നത്തെ അധ്യായത്തിൽ നാം പരിചയപ്പെടുന്നത് തിരുവനന്തപുരം ജില്ലയിൽ മലയം സ്വദേശിനി മിനി സുനിലിന്റെ ജീവിതാനുഭവങ്ങളും സാക്ഷ്യങ്ങളുമാണ്. ഹിന്ദു നായർ സമുദായത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട് ഹൈന്ദവ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും ജീവിച്ചു വന്ന മിനിയുടെ ജീവിതം ക്രിസ്തു സ്നേഹത്തിൽ അധിഷ്ഠിതമായത് നിരവധി പ്രതികൂലങ്ങൾക്കും പ്രതിസന്ധികൾക്കും നടുവിലാണ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ പേര് മിനി സുനിൽ എന്നാണ്. ഞാൻ തിരുവനന്തപുരം ജില്ലയിലെ മലയം എന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. ഞാൻ ഹിന്ദു നായർ കുടുംബത്തിലാണ് ജനിച്ചത്. ഹിന്ദു ആചാരപ്രകാരം വളരുകയും ആ ചുറ്റുപാടിൽ തന്നെ ജീവിക്കുകയും ചെയ്ത എനിക്ക് യേശുവിനെ അറിയുവാനുള്ള ഒരു സാഹചര്യവും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല. വളരെ ചെറുപ്പത്തിൽ തന്നെ മാതാപിതാക്കൾ എനിക്ക് നഷ്ടമായിരുന്നു. എൻ്റെ വല്യമ്മയാണ് എന്നെ വളർത്തിയത്. പക്ഷേ എനിക്ക് യേശുവിനെക്കുറിച്ച് പറഞ്ഞു തരുവാനൊന്നും എൻ്റെ ജീവിതത്തിൽ എൻ്റെ ചുറ്റുപാടുകളിലും ആരും ഉണ്ടായിരുന്നില്ല. ഇരമ്യ പ്രവാചകൻ്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ അവൻ എന്നെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് അവൻ എന്നെ കണ്ടു, എന്നെ വിളിച്ചു, വേർതിരിച്ചു. അതുകൊണ്ട് ഞാൻ ഇന്നൊരു സാക്ഷിയായിട്ട് നിങ്ങളുടെ മുമ്പിലായിരിക്കുന്നു. ഹല്ലേലൂയ. ബാല്യകാലത്ത് തന്നെ എൻ്റെ മാതാപിതാക്കൾ എനിക്ക് നഷ്ടമായി. എന്നെ വളർത്തിയത് ഒരു വല്യമ്മയായിരുന്നു എന്നെ വളർത്തിയിരുന്നതും. എൻ്റെ ചെറുപ്പകാലം വളരെയധികം ഭാരങ്ങളും പ്രയാസങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഉള്ള ഒരു കാലഘട്ടമായിരുന്നു. വളരെയധികം വേദനയോടെ ആയിരുന്നു എൻ്റെ ജീവിതകാലം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. എൻ്റെ വിദ്യാഭ്യാസം കഴിഞ്ഞു. ഹിന്ദു നായർ കുടുംബത്തിൽപ്പെട്ട ഒരു ആൾ തന്നെയാണ് എന്നെ വന്ന് വിവാഹം കഴിച്ചത്. അദ്ദേഹത്തിന് വളരെയധികം യേശുവിനെ കുറിച്ച് ഒരു സുഹൃത്ത് പറഞ്ഞ ഒരു അറിവുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഒരു സുഹൃത്ത് ഒരു ബൈബിൾ കൊടുക്കുകയും അദ്ദേഹം അത് വായിക്കുകയും ചെയ്തപ്പോൾ യഥാർത്ഥമായി ജീവനുള്ള ദൈവം ക്രിസ്തുവാണെന്നൊരു ബോധ്യം അദ്ദേഹത്തിനുണ്ടായി. അദ്ദേഹം പിന്നെ ഒരു വിഗ്രഹങ്ങളെ ആരാധിക്കുകയോ ക്ഷേത്രങ്ങളിൽ പോകുകയോ ചെയ്തിരുന്നില്ല. എൻ്റെ വിവാഹം നടന്നത് ആറ്റുകാൽ ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു ഞങ്ങളുടെ വിവാഹം നടന്നത്. എൻ്റെ അവസ്ഥ കണ്ടു. ഞാൻ വളരെയധികം ബുദ്ധിമുട്ടിലൂടെയും ആരുമില്ലാത്തൊരവസ്ഥയിലൂടെ കടന്നു പോകുന്ന എൻ്റെ അവസ്ഥ കണ്ട് ദയനീയമായ ഈ അവസ്ഥയിലാണ് എന്നെ വിവാഹം കഴിച്ചത്. ഞാൻ വളർന്നു വന്ന ചുറ്റുപാടെന്ന് പറഞ്ഞാൽ ഹിന്ദു അനേക ദേവന്മാരെ ആരാധിച്ചും പൊങ്കാലകളും അതിൻ്റെ ഉത്സവങ്ങളും എല്ലാം ആഘോഷിച്ചും വളർന്നു വന്ന എനിക്ക് യേശുവിനെക്കുറിച്ച് അദ്ദേഹം പലതവണ എന്നോട് പറഞ്ഞു തന്നു. യേശുവാണ് യഥാർത്ഥ ദൈവം. യേശുവിനെ ആരാധിക്കാൻ പറഞ്ഞപ്പോൾ എനിക്കത് ഉൾക്കൊള്ളുവാനൊരു മനസ്സുണ്ടായില്ല. ഇതുവരെ ദൈവമെന്ന് കരുതിയിരുന്നവരെല്ലാം അതല്ല ദൈവം, യേശുവാണ് ദൈവമെന്ന് പെട്ടെന്ന് പറഞ്ഞപ്പോൾ അത് ഉൾക്കൊള്ളുവാനുള്ള ഒരു മനസ്സ് എനിക്കുണ്ടായിരുന്നില്ല. ഞാൻ വളരെ ചെറുപ്പത്തിൽ തന്നെ വിശ്വസിച്ചിരുന്നത് ഹിന്ദുക്കൾക്ക് അനേകം ദേവന്മാരും മുസ്ലിങ്ങൾക്ക് അള്ളാഹുവാണ് അവരുടെ ദൈവം. അതുപോലെ ക്രിസ്ത്യാനികളുടെ ഒരു ദൈവം മാത്രമാണ് യേശു എന്നാണ് ഞാൻ വിശ്വസിച്ചിരുന്നത്. പക്ഷേ ലോകരക്ഷകനാണെന്നോ യേശു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചവനാണെന്നോ ഒന്നും എനിക്ക് ആരും പറഞ്ഞു തരാനും ഉണ്ടായിരുന്നില്ല. എനിക്ക് യേശുവിനെക്കുറിച്ച് അറിവും ഉണ്ടായിരുന്നില്ല. പലതവണ എൻ്റെ ഭർത്താവ്
ഭർത്താവ് എന്നോട് പറഞ്ഞു, യേശുവിനെ വിശ്വസിക്കൂ, യേശുവാണ് ദൈവമെന്ന് പലതവണ പറഞ്ഞപ്പോഴും ഞാൻ അതിൻ്റെ പേരിൽ ഞങ്ങൾ തമ്മിൽ സംസാരങ്ങളുണ്ടായി, വഴക്കുകളുണ്ടായി. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്, ആരെ ആരാധിക്കേണ്ടത്, അതൊക്കെ ഞങ്ങൾ ഓരോരുത്തരുടെ മനസ്സിൽ തോന്നുന്ന ഇഷ്ടമാണ്. അതിൽ ബലം പ്രയോഗിക്കരുതെന്ന് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ദൈവം ഒരു മനുഷ്യനെ കണ്ടുവെങ്കിൽ അവന് പലവിധ ശോധനകളിലൂടെയും കടത്തിവിടുകയും ചെയ്യും. അത് നന്മയ്ക്കായിട്ടാണ്, ഒരിക്കലും തിന്മയ്ക്കായിട്ട് ഭവിക്കയില്ലേ. അഗ്നിയിൽ കൂടെ നടത്തിവിടുന്ന തരത്തിലുള്ള ഒരു ശോധനകൾ എൻ്റെ ജീവിതത്തിലും കടന്നു വന്നു. ഞാൻ വിവാഹം കഴിഞ്ഞ് പ്രഗ്നൻ്റ് ആയപ്പോൾ 3 മാസം മുതൽ ബ്ലീഡിങ്ങിൻ്റെ അവസ്ഥയിലായിരുന്നു. ഹോസ്പിറ്റലിൽ തന്നെ അഡ്മിറ്റ് ആകണമെന്ന് ഡോക്ടർ പറഞ്ഞു. അന്ന് ഞങ്ങൾ സാമ്പത്തികമായി വളരെയധികം പ്രയാസത്തിലൂടെ കടന്നു പോകുമായിരുന്നു. ഗുളിക വാങ്ങാൻ പോലും കാശില്ലാത്ത ഒരവസ്ഥയായിരുന്നു അന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ. അന്ന് 9 മാസവും ഹോസ്പിറ്റലിൽ തന്നെ കിടക്കണമെന്ന് ഡോക്ടർമാർ പറഞ്ഞു. ആ സമയത്ത് ഹസ്ബൻഡ് ഈ പാസ്റ്റർമാരെ കൊണ്ടുവരികയും ആശുപത്രികളിൽ പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു. അതെനിക്ക് ആ സമയത്ത് ഭയങ്കര ഒരു നാണക്കേടിൻ്റെ ഒരു അവസ്ഥ തോന്നി. കാരണം എല്ലാവരും എന്നെ തന്നെ നോക്കുന്നു, ഈ പ്രാർത്ഥന ഉറക്കെ അവരുടെ പ്രാർത്ഥനയൊക്കെ കേട്ടപ്പോൾ എനിക്ക് ഒരു നാണക്കേട് പോലെ തോന്നി. പക്ഷേ അതെൻ്റെ ജീവിതത്തിൽ വിടുതലായിരുന്നു എന്ന് പിന്നെ എനിക്കത് മനസ്സിലായി. ഓരോ നിമിഷം കഴിയുന്നതോറും ഈ പ്രാർത്ഥനയുടെ ഫലമായി എൻ്റെ ജീവിതത്തിൽ അവിടെ 9 മാസം അഡ്മിറ്റ് എന്ന് പറഞ്ഞ സമയത്ത് എനിക്കൊരു 5 മാസം അവിടെ കിടക്കേണ്ടി വന്നതേ ഉള്ളൂ. എൻ്റെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ വന്നു. പക്ഷേ എൻ്റെ പാരമ്പര്യം വിട്ട് യേശുവിനെ സ്വീകരിക്കുവാൻ ഞാൻ തയ്യാറല്ലായിരുന്നു. ഞാൻ വിചാരിച്ചു ഞാൻ ഇതുവരെ പൊങ്കാലകളും ഉത്സവങ്ങളും അതൊന്നും എനിക്ക് ഇനി ആചരിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഇതൊക്കെ കളഞ്ഞിട്ട് എനിക്ക് യേശുവിനെ സ്വീകരിക്കുവാൻ മനസ്സിലായിരുന്നു. പക്ഷേ എൻ്റെ ജീവിതത്തിൽ വളരെ പ്രയാസകരമായൊരവസ്ഥ വന്നു. ഞാൻ പ്രസവിച്ചു. എൻ്റെ കുഞ്ഞിന് ജനിച്ച സമയത്ത് ന്യൂമോണിയയുടെ അവസ്ഥയായിരുന്നു. അത് ന്യൂമോണിയ കൂടുതലായിരുന്നു. ഒരു 4 ഡോക്ടർമാർ പരിശോധിച്ചിട്ട് പറഞ്ഞു, ഈ കുഞ്ഞിന് ഹാർട്ടിന് കംപ്ലൈൻ്റ് ഉണ്ട്, ഹാർട്ടിൻ്റെ വാൽവിൽ ഹോളുണ്ട്, അത് വലുതോ ചെറുതോ എന്ന് നോക്കിയാൽ മതി എന്ന് പറഞ്ഞു. പക്ഷേ അന്നത്തെ അവസ്ഥയിൽ കുഞ്ഞിന് ഹാർട്ടിൻ്റെ കംപ്ലൈൻ്റ് ആണെങ്കിൽ ഞങ്ങൾക്ക് ചികിത്സിക്കാനൊരു മാർഗമില്ലായിരുന്നു. ECG എടുക്കാൻ പറഞ്ഞപ്പോഴും എക്സ്റേ എടുക്കാൻ പറഞ്ഞപ്പോഴും ഞങ്ങളുടെ കയ്യിൽ കാശില്ലാത്ത ഒരവസ്ഥയായിരുന്നു. ഈ കുഞ്ഞ് ഇത്രയും സീരിയസ് ആയ കുഞ്ഞ് നഷ്ടപ്പെടും എന്നൊരവസ്ഥയിലായിരുന്നു. ഓരോ ദിവസം കഴിയുന്തോറും കുഞ്ഞിന് ന്യൂമോണിയ കൂടുതലാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങളൊരു തീരുമാനമെടുത്തു, നമുക്ക് മരിച്ചു കളയാം, കുഞ്ഞിന് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ നമുക്ക് മരിച്ചു കളയാം എന്ന് തീരുമാനമെടുത്തു. എന്നോട് ഹസ്ബൻഡ് പറഞ്ഞു, നീ ഇതുവരെ വിളിച്ച ദൈവങ്ങൾക്ക് നിന്നെ രക്ഷിക്കുവാൻ കഴിയുമെങ്കിൽ നീ വിളിച്ചു നോക്ക്, അല്ലെങ്കിൽ ഇനി മേലെ നീ അവരെ വിളിക്കരുത് എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ വിളിച്ച ദൈവങ്ങൾക്ക് ആർക്കും എൻ്റെ നിലവിളി കേൾക്കുവാനോ കണ്ണുനീര് കാണുവാനോ ആരുമുണ്ടായില്ല. പക്ഷേ എൻ്റെ കുഞ്ഞിന് ദിനം പ്രതി അസുഖം കൂടി വന്നു. എൻ്റെ കുഞ്ഞിന് ഹാർട്ടിന് കംപ്ലൈൻ്റ് ആണെന്ന് എല്ലാവരും ഡോക്ടർമാരെല്ലാം വിധി എഴുതി. എൻ്റെ ഹസ്ബൻഡ് വീട്ടിൽ വന്ന് ബൈബിളെടുത്ത് പ്രാർത്ഥിക്കുകയും കരയുകയും ചെയ്തു. മണിക്കൂറുകളോളം ആ ബൈബിളിന് മുന്നിലിരുന്ന് നിലവിളിച്ച് പ്രാർത്ഥിച്ച സമയത്ത് ദൈവശക്തമായി ഇടപെട്ടു, സംസാരിച്ചു. 2 രാജാക്കന്മാരിലെ ഒരു വാക്യമാണ്, നിൻ്റെ മകനെ എടുത്തുകൊണ്ട് പൊയ്ക്കൊള്ളുക. അദ്ദേഹം ബൈബിൾ അടച്ചു വെച്ച് ഒരു നിമിഷം പ്രാർത്ഥിച്ചതിന് ശേഷം മടങ്ങി വന്നു. ഹോസ്പിറ്റലിൽ വന്ന് പറഞ്ഞു, ഞാൻ എൻ്റെ മകനെ എടുത്തുകൊണ്ട് പോവുകയാണ്. അപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു, ഈ കുഞ്ഞിന് അസുഖം വളരെയധികം കൂടുതലാണ്, ഈ കുഞ്ഞിനെ നിങ്ങൾ എടുത്തുകൊണ്ട് പോവുകയാണെങ്കിൽ വഴിയിൽ വെച്ച് എന്തെങ്കിലും സംഭവിക്കാൻ സാധ്യതയുണ്ട്, നിങ്ങൾക്ക് കുഞ്ഞിനെ കൊണ്ടുപോയേ പറ്റൂ എന്നാണെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ, എഴുതി വെച്ചിട്ട് എടുത്തുകൊണ്ട് പോകുക, പിന്നെ ഇവിടെ കൊണ്ടുവന്നാൽ ഞങ്ങൾ എടുക്കത്തില്ല. എല്ലാവരും എൻ്റെ ഭർത്താവിനെതിരായിരുന്നു. കാരണം കുഞ്ഞിന് 11 ദിവസമേ ഉണ്ടായിരുന്നുള്ളൂ, ജനിച്ച് 11 ദിവസമായ കുഞ്ഞാണ്. ഈ കുഞ്ഞിനെ എടുത്തുകൊണ്ട് എന്ത് ഉത്തരവാദിത്വത്തിലാണ് ഇവിടെ നിന്ന് പോകും. അപ്പോൾ ഈ വചനത്തിൻ്റെ ശക്തിയെക്കുറിച്ച് അറിവില്ലായിരുന്നു. ഈ ജീവനുള്ള ദൈവത്തിൻ്റെ വചനത്തെ അറിയാത്തത് കൊണ്ട് ഞാനും എൻ്റെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിക്കും എന്ന് തന്നെ ഞാനും ഉറച്ച് വിശ്വസിച്ചു. പക്ഷേ ഭർത്താവിൻ്റെ കടുംപിടുത്തമായിരുന്നു, ഞാൻ എൻ്റെ കുഞ്ഞിനെ ഇവിടെ നിന്ന് കൊണ്ടുപോകുമെന്ന്. ഹോസ്പിറ്റലിൽ എഴുതി വെച്ചിട്ട് കുഞ്ഞിനെ എടുത്തുകൊണ്ട് വന്നു. വരുന്ന വഴി ഞങ്ങൾക്ക് പേഴ്സണലായിട്ട് അറിയാവുന്ന ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു, ചിൽഡ്രൻസിൻ്റെ ഡോക്ടറാണ്, ശശികുമാർ എന്നാണ് പേര്. ആ ഡോക്ടറെ കൊണ്ട് കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, കുഞ്ഞിന് കഫം ഉണ്ട്, ന്യൂമോണിയ കൂടുതലാണ്, നിങ്ങൾ എത്രയും പെട്ടെന്ന് ഈ കുഞ്ഞിനെ SAT ഹോസ്പിറ്റലിൽ കൊണ്ട് അഡ്മിറ്റ് ചെയ്യുക. എന്നിട്ട് ഹാർട്ടിൻ്റെ ഒരു സ്പെഷ്യലിസ്റ്റ് സുൽഫിക്കർ അഹമ്മദ് എന്ന് പറയുന്ന ഒരു ഡോക്ടറിൻ്റെ ലെറ്റർ തന്നു. ഈ ലെറ്ററും കൊണ്ട് കാണിച്ച് ഡോക്ടറെ ഒന്ന് കാണിക്കുവാൻ പറഞ്ഞു, ഞങ്ങളെ പറഞ്ഞിട്ടു. പക്ഷേ അദ്ദേഹം ഈ SAT കൊണ്ടുപോകാൻ തയ്യാറായില്ല.
അദ്ദേഹം നേരെ ഭവനത്തിൽ കൊണ്ടുവരികയും കുഞ്ഞിനെ ഒരു തൊട്ടിൽ കെട്ടി അതിൽ കിടത്തുകയും ചെയ്തു. എനിക്ക് ഇത് ഉറങ്ങുവാൻ പോലും കഴിഞ്ഞില്ല. കാരണം ഈ ഇഞ്ചക്ഷനും ദിവസം 3 മരുന്നുകൾ ചേർത്ത് ഇഞ്ചക്ഷനൊക്കെ വെച്ചുകൊണ്ടിരുന്ന കുഞ്ഞിന് ഒരു മരുന്ന് പോലും ഇല്ലാതെ ഭവനത്തിൽ കൊണ്ട് കിടത്തിയിരിക്കുകയാണ്. ഈ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിക്കുമെന്ന് തന്നെ ഞാൻ വിശ്വസിച്ചു. എനിക്ക് വചനത്തെക്കുറിച്ച് അറിഞ്ഞുകൂടാത്തതുകൊണ്ട്, എനിക്ക് എൻ്റെ യേശുവിനെക്കുറിച്ച് അറിഞ്ഞുകൂടായിരുന്നു അന്ന്. ഞാനും ഇങ്ങനെ വിശ്വസിച്ചു. പക്ഷേ 2 ദിവസം കഴിഞ്ഞപ്പോൾ എല്ലാവരും എന്ന് പറഞ്ഞു, നിങ്ങൾ എന്തായാലും നിങ്ങളെ വിശ്വാസം വലുത്, ഈ സുൽഫീഖർ അഹമ്മദിനെ ഒന്ന് കൊണ്ട് കാണിച്ചു നോക്കൂ, ഈ കുഞ്ഞിന് ഹാർട്ടിന് എന്താണ് പ്രശ്നമെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അങ്ങനെ പറഞ്ഞ് എല്ലാവരുടെയും നിർബന്ധത്തിൻ്റെ ഇതിൽ കുഞ്ഞിനെയും കൊണ്ട് സുൽഫീഖർ അഹമ്മദ് എന്ന് പറയുന്ന ആ ഡോക്ടറെ അടുത്തേക്ക് കൊണ്ടുപോയി. പക്ഷെ അന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് കുഞ്ഞിനെ കാണിക്കാൻ കഴിഞ്ഞില്ല. അവർ അവിടെ ടോക്കനും എടുത്ത് മടങ്ങി വരേണ്ടി വന്നു. വീണ്ടും 3 ദിവസം കുഞ്ഞിന് ഒരു മരുന്നും ഇല്ലാതെ, ഒരു ഇഞ്ചക്ഷനും ഇല്ലാതെ ഭവനത്തിൽ ഇട്ടിരിക്കുകയാണ്. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ഉറപ്പിലാണ് അങ്ങനെ ഇട്ടേക്കുന്നത്. ഹല്ലേലൂയ. ആ ഡോക്ടറെ ചെന്ന് കാണുകയും ഡോക്ടർ കുഞ്ഞിനെ പൂർണ്ണമായി എല്ലാം ചെക്കപ്പ് ചെയ്ത് പരിശോധിക്കുകയും ചെയ്തു. അപ്പം ഞങ്ങൾ ഡോക്ടറോട് ചോദിച്ചു, ഡോക്ടർ ഈ കുഞ്ഞിനെ എങ്ങനെയുണ്ട്? ഡോക്ടർ പറഞ്ഞു കഫമുണ്ട്. അപ്പം ഞങ്ങൾ ചോദിച്ചു ഹാർട്ടിന് എങ്ങനെയുണ്ട്? ഹാർട്ട് നോർമലാണ്. എൻ്റെ ദൈവം എൻ്റെ കുഞ്ഞിന് പുതിയ ഹൃദയം കൊടുത്തു. ആ ദൈവത്തിൽ അന്ന് മുതൽ പൂർണ്ണമായും ഞങ്ങൾ സമർപ്പിച്ചു. ഇന്നും ഞങ്ങളെ നടത്തുന്നു. എൻ്റെ മകൻ അനുഗ്രഹിക്കപ്പെട്ട ഒരു പൈതലായി ജീവിക്കുന്നു. അവൻ കോട്ടയത്ത് മെഡിക്കൽ സ്റ്റുഡൻ്റായി പഠിക്കുന്നു. ഇന്ന് അവൻ മറ്റ് ഹാർട്ടിൻ്റെ പേഷ്യൻറ്റിന് ബ്ലഡ് കൊടുക്കുക വരെ ചെയ്തു. എൻ്റെ ദൈവം എത്ര വലിയവൻ! ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. എൻ്റെ ദൈവത്തിന് ഞാൻ തിരിച്ചറിയാൻ കഴിഞ്ഞതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. അതുപോലെ എൻ്റെ ഹസ്ബൻഡ് ഒരു കോൺട്രാക്ടറാണ്. എനിക്കൊരു ഇളയ മകൻ കൂടെ ഉണ്ട്. അവൻ +2 എക്സാം എഴുതി നിൽക്കുകയാണ്. എന്ന് ഞങ്ങൾ ഈ വിശ്വാസത്തിലേക്ക് ഇറങ്ങിയോ അന്ന് മുതൽ ഞങ്ങളെ കരം പിടിച്ച് നടത്തുന്ന ഒരു ദൈവത്തെ ഞങ്ങൾക്ക് കാണുവാൻ കഴിഞ്ഞു. വിവാഹശേഷം ഭർത്താവിൽ നിന്നും അറിഞ്ഞ ക്രിസ്തു വിശ്വാസം തള്ളി സ്വന്തം ആചാരങ്ങളുമായി മുമ്പോട്ട് പോയ മിനിക്ക് തൻ്റെ ഗർഭകാലം നേരിടേണ്ടി വന്ന പ്രതിസന്ധികളാണ് ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ അടിയുറയ്ക്കുവാൻ കാരണമായത്. നിരന്തരമായ പ്രതിസന്ധികൾക്കും പ്രതികൂലങ്ങൾക്കും നടുവിൽ താൻ അറിഞ്ഞ ക്രിസ്തുവിനു വേണ്ടി തൻ്റെ ജീവിതം തുടരുകയാണ് മിനി. മറ്റൊരു സാക്ഷി ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്. അവൻ ഈ സൗഖ്യമായതിനു ശേഷം 4-5 വയസ്സിൽ ഞങ്ങളെല്ലാവരും കൂടെ ചേർന്ന് കന്യാകുമാരിയിലേക്ക് പോവുകയുണ്ടായി. അവിടെ വെച്ച് ഒരു സ്ഥലത്ത് ചെരുപ്പുകൾ മാറ്റിയിട്ടിട്ട് കടലിൽ ഇറങ്ങി കളിക്കുകയായിരുന്നു. അവിടെ നിന്ന് എൻ്റെ മകൻ കൈ വിട്ടിട്ട് ചെരുപ്പെടുക്കാനായിട്ട് കടന്നുപോയി. ആ സമയത്ത് അവൻ വഴി തെറ്റി ക്ഷേത്രത്തിൻ്റെ ആ ഭാഗത്തോട്ട് ഓടുകയുണ്ടായി. ഞങ്ങൾ ഈ കുഞ്ഞിനെ തിരഞ്ഞപ്പോൾ കുഞ്ഞിനെ അവിടെയൊന്നും കാണുവാനില്ലായിരുന്നു. കാരണം ഭയങ്കര തിരക്കുള്ളൊരു സമയമായിരുന്നു കന്യാകുമാരി ആ സമയത്ത്. അന്ന് ഞങ്ങൾ ചർച്ചായിട്ട് ഞങ്ങൾ ഒരു പിക്നിക്ക് പോലെ പോയതായിരുന്നു ആ കന്യാകുമാരിയിൽ. ഞങ്ങൾ 20 പേരുണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും ആ കുഞ്ഞിനെ അവിടെ മൊത്തം തിരഞ്ഞിട്ടും അവിടെയൊന്നും കുഞ്ഞിനെ കാണുവാൻ കഴിഞ്ഞില്ല. ആ സമയത്ത് പിന്നെ കുഞ്ഞ് ഞങ്ങളോട് പറഞ്ഞ സാക്ഷ്യമാണ്. ഞങ്ങൾക്ക് പിന്നെ എന്താണെന്ന് അറിയത്തില്ലായിരുന്നു. ഈ കുഞ്ഞ് വഴിതെറ്റി ഈ കൈനോട്ടക്കാരും തമിഴ് സ്ത്രീകളും ഒക്കെ ഇരിക്കുന്ന ആ ഭാഗത്തേക്കാണ് ഓടിയത്. അവിടെ നിന്ന് അമ്മയും അച്ഛനെയും കാണാത്തതുകൊണ്ട് അവിടെ നിന്ന് കരയുവാൻ തുടങ്ങിയപ്പോൾ അവിടെ കുറച്ച് ഭിക്ഷ എടുക്കുന്ന ആൾക്കാർ ഇവന് ചുറ്റും വളഞ്ഞു. എന്താണ് കരയുന്നതെന്ന് അവനോട് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു, എൻ്റെ അമ്മയെ കണ്ടില്ല, നിൻ്റെ കണ്ണ് തരാമെങ്കിൽ അമ്മയെ തരാമെന്ന് പറഞ്ഞു. ഇവൻ അവിടെ നിന്ന് കരയുന്ന സമയത്ത് ഞങ്ങളിവിടെ ഇരുന്ന്, കർത്താവേ യേശുവേ, എൻ്റെ കുഞ്ഞിനെ കിട്ടാതെ ഇവിടെ നിന്ന് ഞങ്ങൾക്ക് പോകാൻ കഴിയില്ല, കർത്താവേ ഞങ്ങൾക്ക് എൻ്റെ കുഞ്ഞിനെ തരണം യേശുവേ എന്ന് ഞങ്ങൾ അവിടെ ഇരുന്നുകൊണ്ട് നിലവിളിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. ആ സമയത്ത് ഈ കുഞ്ഞ് നിന്ന ഭാഗത്ത് ഒരു കുറച്ച് ആൾക്കാർ ഒരു വണ്ടിയിൽ വന്ന് ഇറങ്ങുകയും അതിൽ നിന്നൊരു പയ്യൻ ഇറങ്ങി ഇവൻ്റെ അടുത്തേക്ക് വരികയും ചെയ്തു. ആ പയ്യൻ നേരെ വന്ന് ഇവൻ്റെ കൈ പിടിച്ചിട്ട് അവിടെ നിന്നവരോട് അവരുടെ ഭാഷയിൽ എന്തോ പറഞ്ഞു. ഈ പയ്യൻ അറിയാത്തതുകൊണ്ട് ഇവൻ കരയാൻ പോയപ്പോൾ പറഞ്ഞു, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്ന് കുഞ്ഞിനോട് പറഞ്ഞു. എന്നിട്ട് ഇവൻ്റെ കൈ പിടിച്ചുകൊണ്ട് നേരെ ഞങ്ങൾ നിന്ന സ്ഥലത്ത് എൻ്റെ കയ്യിൽ കൊണ്ട് ഏൽപ്പിച്ചു. ഈ തമിഴ്നാട്ടിൽ ഞങ്ങൾ അറിയാത്ത ഒരു സ്ഥലം, അവിടെ ഈ പയ്യനെ ജീവിതത്തിൽ കണ്ടിട്ടില്ല, പക്ഷേ നേരെ എൻ്റെ കയ്യിൽ കൊണ്ട് ഏൽപ്പിച്ചു. അതുവരെ ഈ കുഞ്ഞിനെ കാണാതിരുന്നപ്പോൾ ഞാൻ ചോദിച്ചു, നീ എവിടെയായിരുന്നടാ എന്ന് പറഞ്ഞ് ആ ഒരു വിഷമത്തിൽ ഞാൻ അടിക്കാനായിപ്പോയി. അപ്പോൾ അടുത്ത് എന്നോട് പറഞ്ഞ വാക്യമാണ്, കാണാതെ പോയതിനെ കണ്ടു കിട്ടുമ്പോൾ സന്തോഷിക്കുകയല്ലേ വേണ്ടു. ആ ഒരു വാക്ക്, ഈ പയ്യൻ 2 വാക്കുമാണ് ഞങ്ങൾ ആകെ സംസാരിച്ചത്. അത് കഴിഞ്ഞ് എല്ലാവരും ഈ കുഞ്ഞിലേക്കായിപ്പോയി. ഈ പയ്യനെ ഞങ്ങൾ പിന്നെ ശ്രദ്ധിച്ചില്ല, ഒരു നന്ദി വാക്ക് പോലും ഞങ്ങൾക്ക് പറയാൻ കഴിഞ്ഞില്ല.
പിന്നെ നോക്കിയപ്പോൾ കാണുവാനും കഴിഞ്ഞില്ല. അന്ന് ദൂതനായിരിക്കണം എൻ്റെ കുഞ്ഞിനെ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചത്. എൻ്റെ ദൈവം എത്ര വലിയവൻ. അന്ന് തൊട്ട് ഇന്ന് വരെ ദൈവം ഞങ്ങളെ നടത്തുന്നു. ഓരോ ദിവസവും അത്ഭുതകരമായി ഞങ്ങളെ നടത്തുന്നു. കൈ പിടിച്ചവൻ ഞങ്ങളെ ഇതുവരെ, ഞങ്ങൾ കരം പിടിച്ചവൻ ഒരിക്കലും ആ കരം മാറ്റിയിട്ടില്ല. ഇന്ന് ഞങ്ങൾ അത്ഭുതകരമായി ഞങ്ങളുടെ ജീവിതത്തിൽ നടത്തി. ഇപ്പോൾ ഈ യേശു ക്രിസ്തുവിനെ അറിഞ്ഞത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമായി ഞാൻ കണക്കാക്കുന്നു. ഇത് വളരെ ചെറുപ്പകാലത്ത് ഞാൻ എൻ്റെ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട സമയത്ത് യേശു ക്രിസ്തുവിനെ അറിയുവാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ എത്ര വലിയ ആശ്വാസമായിരുന്നു എന്ന് ഞാൻ കരുതാറുണ്ട്. പക്ഷേ ഇന്ന് ഞാൻ യേശു ക്രിസ്തുവിനെ കണ്ടുമുട്ടിയത്, എന്നെപ്പോലെ അനേകർ ഇന്ന് യേശു ക്രിസ്തുവിനെ കണ്ടുമുട്ടുവാനുണ്ട്. നാം ഇന്ന് കൊടുക്കുന്ന ഒരു ചെറിയ ലഘുലേഖനമാകട്ടെ, ഒരു ചെറിയ ബൈബിളാകട്ടെ, അത് വളരെയധികം പ്രയോജനമാണ്. എന്നെപ്പോലെ അനേകർ ഇന്നല്ലെങ്കിൽ നാളെ അവർ ദൈവത്തിലേക്ക് കടന്നു വരും. അതുകൊണ്ട് ഞാൻ പറയുന്നത് യേശു ക്രിസ്തുവാണ് ഈ ലോകത്തിൽ ജീവനുള്ള ദൈവം, എവിടെയും സാക്ഷ്യം പറയാൻ പറ്റുന്ന ദൈവം, അല്ലെങ്കിൽ നമ്മോട് സംസാരിക്കുന്നത് അതുപോലെ ചെയ്യുന്ന ദൈവം, വാക്കുമാറാത്ത ദൈവം. ഈ ദൈവത്തിനെ രുചിച്ചറിയുന്നത് പോലെ ഭാഗ്യം ഈ ലോകത്ത് വേറെ ഒന്നുമില്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ രുചിച്ചറിഞ്ഞു. ഈ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചതാണ് നിങ്ങളോട് സാക്ഷ്യമായിട്ട് പറയുന്നത്. കഴിഞ്ഞ 20 വർഷങ്ങളായി താൻ അറിഞ്ഞും അനുഭവിച്ചതുമായ വിശ്വാസ സത്യങ്ങൾക്കു വേണ്ടി നിലകൊള്ളുന്നു മിനി. ഇന്ന് അനേകം സുവിശേഷീകരണ പ്രവർത്തനങ്ങളിൽ സജീവ പങ്കാളിയാണ് മിനി. യേശുവിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്, യേശു എവിടേക്ക് വന്നു അവിടെയെല്ലാം അത്ഭുതങ്ങൾ നടന്നു. യേശു എവിടെയെല്ലാം വന്നു അവിടെയെല്ലാം വിടുതലുകൾ ഉണ്ടായി. യേശു ആരുടെയൊക്കെ മധ്യത്തിൽ വന്നു അവിടെയെല്ലാം അസാധ്യമായ പ്രവൃത്തികളുണ്ടായി നമുക്ക് കാണുവാൻ കഴിയുന്നു. യേശു അനേകരുടെ മധ്യത്തിലേക്ക് വന്ന് കണ്ണുനീരായി ഇരുന്നവരുടെ മധ്യത്തിൽ അനേകർ അന്വേഷിച്ച് വന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. എവിടെയെല്ലാം യേശു ഇരുന്നു അവിടെയെല്ലാം വിടുതലുണ്ടായി. എവിടെയെല്ലാം യേശു ഇരുന്നു അവിടെയെല്ലാം സൗഖ്യമുണ്ടായി. എവിടെയെല്ലാം യേശു ഇരുന്നു അവിടെയെല്ലാം അത്ഭുതങ്ങളുണ്ടായി. അല്ലല്ലോ, ഇന്ന് നമ്മുടെ മധ്യ യേശുണ്ട്. നമുക്ക് വിടുതലുകൾ നൽകുവാൻ, നമുക്ക് ആശ്വാസം നൽകുവാൻ, നാം ഒരു വിളിച്ചാൽ നമ്മുടെ അടുക്കൽ വരുമെന്ന് നമ്മുടെ മുമ്പിൽ യേശു ക്രിസ്തു ഉണ്ട്. എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ച സത്യമാണ്. ഞാൻ കരയുമ്പോൾ എൻ്റെ കണ്ണുനീര് തുടയ്ക്കുന്ന ഒരു യേശു. ഇന്നിവിടെ നമുക്ക് കാണുവാൻ കഴിയുന്ന യേശു ക്രിസ്തു കഴുതയുടെ പുറത്തിരുന്ന, ആർക്കും വേണ്ടാത്ത ഒരു കഴുത, ഹല്ലേലൂയ, എല്ലാവരും നിന്ദിക്കുന്ന കഴുത, ഹല്ലേലൂയ. പഴയ നിയമത്തിൽ പുറപ്പാട് പുസ്തകം എടുക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നു, കഴുതയെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി ആട്ടിൻ്റെ കുട്ടിയെ കൊണ്ട് കഴുതയെ വീണ്ടെടുക്കണമെന്ന് പഴയ നിയമത്തിൽ പുറപ്പാട് പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അപ്പോൾ വിലപിടിപ്പുള്ള ആട്ടിൻകുട്ടിയെ കൊടുത്തിട്ട് വിലയില്ലാത്ത കഴുതയെ വീണ്ടെടുക്കുവാൻ അതിൻ്റെ ഉടമസ്ഥന് മനസ്സില്ലായിരുന്നു. പഴയ നിയമത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്ന മറ്റൊരു കാര്യം, അതിനെ വീണ്ടെടുത്തില്ല എങ്കിൽ, കഴുതയെ വീണ്ടെടുക്കുവാൻ കഴിയുന്നില്ല എങ്കിൽ അതിൻ്റെ കഴുത്ത് ഒടിച്ച് കളയണമെന്ന് വചനം പറയുന്നു. അങ്ങനെയെങ്കിൽ ഇവിടെ യേശു ക്രിസ്തുവിന് വേണ്ടി ശിഷ്യന്മാർ പോകുമ്പോൾ അവിടെ കഴുതക്കുട്ടി കെട്ടിയിട്ടിരിക്കുന്നതായിട്ട് കാണുവാൻ കഴിയുന്നത്. അപ്പോൾ കെട്ടപ്പെട്ട അവസ്ഥയിലാണ് ഈ കഴുതക്കുട്ടിയെ നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്. അതായത് കഴുതയുടെ കഴുത്തൊടിച്ച് കൊല്ലുവാനായിരിക്കണം അതിൻ്റെ യജമാനൻ അതിനെ അവിടെ കെട്ടിയിരിക്കുന്നത്. വിലയുള്ളതിനെ നഷ്ടപ്പെടുത്തിയിട്ട് വിലയില്ലാത്തതിനെ വീണ്ടെടുക്കുവാൻ മനസ്സില്ലാതിരിക്കെ ഒരു മനുഷ്യന് തൻ്റെ വിലപിടിപ്പുള്ളതിനെ നഷ്ടപ്പെടുത്താൻ കഴിയുന്നില്ല. അപ്പോൾ നമ്മുടെ ദൈവം എത്ര വലിയവനാണ്, നമ്മുടെ പിതാവായ ദൈവം എത്ര വലിയവനാണ്. തൻ്റെ പ്രിയ പുത്രനായ വിലയേറിയ പുത്രനെ നമുക്ക് വേണ്ടി നൽകിയിട്ട്, ഹല്ലേലൂയ, പാപികളായ നമ്മളെ രക്ഷിക്കുവാൻ. നാം നശിച്ചു പോകേണ്ടവരാണ്. പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ. പ്രിയ ദൈവമക്കളെ, പാപത്തിന് ശമ്പളമുണ്ട്, അത് മരണമാണ്. അത് നാം മനസ്സിലാക്കണം. നമ്മുടെ ഈ പാപത്തിന് പരിഹാരമായി തൻ്റെ രക്തം നൽകിയ ഒരു ദൈവമാണ് യേശു ക്രിസ്തു, ജീവനുള്ള ദൈവം. ഹല്ലേലൂയ. അപ്പോൾ തൻ്റെ ഓമനപുത്രനായ യേശു ക്രിസ്തുവിനെ നമുക്ക് വേണ്ടി തന്ന ദൈവം എത്ര വിശ്വസ്തനാണ്, എത്ര വലിയവനാണ്. ഹല്ലേലൂയ. ഒരു വിലയുമില്ലാത്ത, നിന്ദകൾ മാത്രം ചുമക്കുന്ന കഴുതയെ, ഹല്ലേലൂയ, വീണ്ടെടുക്കുവാൻ മനസ്സില്ലാത്ത ആ ഉടമസ്ഥനെ പോലെയല്ല നമ്മുടെ ദൈവം. ഒരു വിലയുമില്ലാത്ത പാപികളായി നശിച്ചു പോകുന്ന, പാപത്തിൻ്റെ ചേറ്റിൽ കിടക്കുന്ന നമ്മെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി തൻ്റെ ഓമന പുത്രൻ്റെ വിലയേറിയ രക്തം നമുക്ക് ഓരോരുത്തർക്കായി ചൊരിഞ്ഞു തന്ന ദൈവം എത്ര വലിയവൻ. ഹല്ലേലൂയ. നമ്മുടെ സകല ബന്ധനങ്ങളും അഴിക്കുവാൻ ശക്തനാണ് നമ്മുടെ ദൈവം. നാം ഇന്ന് അനുഭവിക്കുന്ന രോഗത്തിൻ്റെതാകട്ടെ പാപത്തിൻ്റെതാകട്ടെ സകലവിധമായ ബന്ധനങ്ങൾ നമ്മെ വിടുവിക്കാൻ കരുത്തുള്ള ദൈവമാണ് നമ്മുടെ യേശു ക്രിസ്തു. എൻ്റെ ജീവിതത്തിൽ
ജീവിതത്തിൽ ഞാൻ അനുഭവിച്ച സത്യം, എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ച വിടുതൽ ഇന്ന് ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിച്ചത്. ഹല്ലേലൂയ. എൻ്റെ കുഞ്ഞിന് കൊടുത്ത സൗഖ്യം, എൻ്റെ ജീവിതത്തിൽ ഞാൻ പഴയ കാലത്തേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ അനുഭവിച്ച കടന്നു വന്ന ജീവിതത്തിൽ അഗ്നിയുടെ പരമായ ശോധനകൾ, എനിക്ക് താങ്ങുവാൻ ആളില്ല, കരുതുവാൻ ആളില്ല. ഹല്ലേലൂയ. ഇന്ന് എനിക്കൊരു സങ്കടം വന്നാൽ, മുട്ടുകുത്തി നിന്ന് കരഞ്ഞാൽ അത് കേൾക്കുന്ന ഒരു പിതാവുണ്ട്, എനിക്ക് ധൈര്യമുണ്ട്. എൻ്റെ അപ്പൻ സ്വർഗത്തുണ്ട്, എനിക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവ സ്വർഗത്തുണ്ട് എന്നൊരു ധൈര്യം ഇന്ന് എനിക്കുണ്ട്. പക്ഷേ അന്ന് എനിക്കതില്ലായിരുന്നു. ഹല്ലേലൂയ. പലപ്പോഴും ഞാൻ നിലവിളിച്ച് കരഞ്ഞിട്ട് ആ കരച്ചിൽ കേൾക്കുവാൻ പോലും ആരുമില്ലാതിരിക്കുമ്പോൾ, പക്ഷേ എൻ്റെ ദൈവം എത്ര വലിയവൻ. നാമല്ല അവനെ തിരഞ്ഞെടുത്ത്, പക്ഷേ അവനാണ് നമ്മെ തിരഞ്ഞെടുത്തത്. ആ തിരഞ്ഞെടുപ്പ് പലപ്പോഴും നാം മനസ്സിലാക്കുന്നില്ല. അതാണ് നമുക്കത് ഉൾക്കൊള്ളുവാൻ കഴിയുന്നില്ല. ഈ ലോകത്തിൻ്റെ സൗഭാഗ്യങ്ങളിലും ആ മോഹങ്ങളിലും പെട്ട് കിടക്കുമ്പോൾ നമുക്ക് ആ ദൈവത്തിൻ്റെ സ്നേഹത്തെ തിരിച്ചറിയാൻ കഴിയാത്തതാണ് നമ്മുടെ ഏറ്റവും വലിയ തെറ്റ്. ആ ദൈവത്തിൻ്റെ ആ സ്നേഹത്തെ നാം തിരിച്ചറിയുമെങ്കിൽ, ആ ദൈവത്തിൻ്റെ സ്നേഹത്തെ നാം രുചിച്ചറിയുമെങ്കിൽ ഒരിക്കലും നാം യേശു ക്രിസ്തുവിനെ വിട്ട് ഈ ലോക സ്നേഹത്തിലേക്ക് ഒരിക്കലും പോകത്തില്ല. ഇപ്പം ഞങ്ങൾ കുടുംബപരമായി സന്തോഷത്തോടെ ഇരിക്കുന്നു. എൻ്റെ ഭർത്താവ് ബിൽഡിംഗ് വർക്കാണ് ചെയ്യുന്നത്. പിന്നെ 2 ആൺകുഞ്ഞുങ്ങളുണ്ട്, 2 പേരും പഠിക്കുന്നു. പിന്നെ ചെറിയ ചെറിയ ചിൽഡ്രൻസ് പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നുണ്ട്. ചുറ്റുപാടുള്ള കുഞ്ഞുങ്ങളെല്ലാം കൂട്ടി വരുത്തി അവർക്ക് യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയും പാട്ടുകൾ പാടുകയും അവർക്ക് വലിയ ഇൻട്രസ്റ്റായ രീതിയിൽ എൻ്റെ വീടിന് ചുറ്റുപാടുമുള്ളവർക്ക് യേശുവിനെ അറിയാത്തവരാണ്. ആ കുഞ്ഞുങ്ങളുടെ ഉള്ളിലേക്ക് യേശു ആരാണ്, യേശു സ്നേഹവാനായ ദൈവമാണ്, യേശു ക്രിസ്തു ദൈവമാണെന്നുള്ള ഒരു ബോധ്യം കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുകയും അവർ യേശുവിനെ സ്നേഹിക്കുവാനുള്ളൊരു മനസ്സ് അവർക്ക് ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഇന്ന് ഞാൻ വളരെയധികം സന്തോഷവതിയാണ്. എൻ്റെ ജീവിതത്തിൻ്റെ പഴയ കാലത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ അനുഭവിച്ച സങ്കടങ്ങൾ, ദുഃഖങ്ങൾ, വേദനകൾ അതെല്ലാം ഇപ്പോൾ യേശു ക്രിസ്തുവിനെ അറിഞ്ഞപ്പോൾ ഇന്നെല്ലാം ദൈവം സന്തോഷമാക്കി മാറ്റി, എൻ്റെ ജീവിതം മധുരമുള്ളതാക്കി മാറ്റി. ഇന്ന് ഈ ഭാരത്തിലായിരിക്കുന്ന, വേദനയിലായിരിക്കുന്ന ആരെങ്കിലും ഈ സാക്ഷ്യം കേൾക്കുന്നുവെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒന്ന് മാത്രമാണ്: ഈ ദൈവത്തെ നിങ്ങൾ തിരിച്ചറിയണം, ഈ ദൈവത്തെ രുചിച്ചറിയണം. ഇന്ന് ഞാൻ അനുഭവിക്കുന്ന സന്തോഷം നിങ്ങൾക്കും അനുഭവിക്കാൻ കഴിയും. നിങ്ങൾ ഏതുതരം പ്രയാസത്തിലാകട്ടെ കടന്നു പോകുന്നത്, ആരുമില്ലാത്ത അവസ്ഥയിലാണോ, എല്ലാവരും തള്ളപ്പെട്ട അവസ്ഥയിലാണോ, അത് രോഗത്തിൻ്റെ അവസ്ഥയിലാണോ, എന്ത് തന്നെ അവസ്ഥയിലാകട്ടെ യേശു ക്രിസ്തുവിനെ രക്ഷകനായിട്ടൊന്ന് സ്വീകരിക്കാൻ കഴിയുമോ? നിങ്ങളുടെ കണ്ണുനീര് തുടയ്ക്കുവാൻ, നിങ്ങൾക്ക് ആശ്വാസം നൽകുവാൻ യേശു എത്ര ശക്തനാണ്, എത്ര വലിയവനായ ദൈവമാണ്. എനിക്ക് നിങ്ങളോട് പറയാൻ ഒന്നുള്ളത് മാത്രം: യേശുവാണ് ജീവനുള്ള ദൈവം. ഞാൻ അത് രുചിച്ചറിഞ്ഞതാണ് എൻ്റെ ജീവിതത്തിൽ. അല്ലെങ്കിൽ അത് എനിക്ക് എവിടെയും ഏത് സഭയിലും ചെന്ന് ഏത് സാക്ഷ്യം പറയാൻ ഞാൻ എപ്പോഴും തയ്യാറാണ്. എൻ്റെ യേശുവിനെക്കാട്ടി വലിയവനായി ഈ ലോകത്തൊന്നുമില്ല. ഞാൻ ജീവിക്കുന്നത് എൻ്റെ യേശു ക്രിസ്തുവിൻ്റെ കൃപയാലത്രേ. ഇന്ന് എനിക്ക് പറയാനുള്ളത്, നമുക്കൊരു നിത്യതയുണ്ട്, അത് നഷ്ടമാക്കരുത്. ഈ ലോകത്തിലെ ജീവിതം ഇത് 70-80 വർഷം കഴിയുമ്പോൾ നമ്മുടെ ഈ ലോക ജീവിതം അവസാനിക്കും. പക്ഷേ നമുക്കൊരു നിത്യതയുണ്ട്. നമ്മുടെ നിത്യത അത് യേശുക്രിസ്തുവിൽ കൂടെ മാത്രമേ നമുക്ക് നിത്യതയിൽ എത്തുവാൻ കഴിയുള്ളൂ. യേശുക്രിസ്തു മാത്രമാണ് ഏക വഴി, യേശുക്രിസ്തു മാത്രമാണ് ഏക സത്യം, യേശുക്രിസ്തു മാത്രമാണ് ഏക ദൈവം. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക. ദൈവം നിങ്ങളെല്ലാം സഹായിക്കട്ടെ. താൻ അറിഞ്ഞ ക്രിസ്തുവിനെ പ്രസംഗിച്ചും സാക്ഷീകരിച്ചും മിനി തൻ്റെ ജീവിതം തുടരുകയാണ്. ഭർത്താവിനും മക്കൾക്കുമൊപ്പം തൻ്റെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ സാക്ഷിയായി ജീവിതം തുടരുന്ന മലയം സ്വദേശിനി മിനി സുലിനിന്റെ അനുഭവങ്ങളും സാക്ഷ്യങ്ങളും പങ്കുവച്ചുകൊണ്ടുള്ള മാനസാന്തരത്തിന്റെ പടവുകൾ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു.